എടോ, ഒരു ജീവിതം അതാണിനെ പോലെ ജീവിച്ചു തീർക്കും. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, ഇങ്ങനെ അച്ഛൻ പാവ അച്ഛൻ. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. അത്ര അങ്ങട് പാവൊന്നല്ല. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഇത് നിങ്ങൾ വിചാരിക്കണ ഗണത്തിൽപ്പെട്ട ആളല്ല, നിങ്ങൾ അത് മാറ്റി പിടിച്ചോ. കുഞ്ഞുട്ടെ കണ്ടാൽ ആള് പാവാ, കിടഞ്ഞ കിരിക്കാടൻ ജോസിന് അപ്പനാ. കാശ് ഫുള്ള് അടച്ചതാണല്ലോ, അതിന്റെ പലിശ 1900 വേണമെന്നുണ്ടെങ്കിൽ അത് അടച്ചതാണല്ലോ. നിങ്ങളുടെ കള്ളക്കളിന്ന് എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ മൊത്തം അടച്ചു, നിങ്ങൾ പറയുമ്പോ അടയ്ക്കാൻ പറ്റില്ല കാശ്. ഇത് വലിയ ശല്യമായല്ലോ. ഇതിലും ഭേദം ഷൈലോക്ക് ഫൈനാൻഷ്യൽസ് ആയിരുന്നു അല്ലേ? വർഷം 1900 അടയ്ക്കാൻ ഞങ്ങളുടെ വേണ്ടേ? പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. എന്റെ വർത്താനം എന്താണ് ഈ വർത്താനം സംസാരിച്ചത്? ഞാൻ ആരാണെന്ന് ഈ നാട്ടുകാർ മുമ്പിൽ തെളിയിക്കും. അതിനുള്ള സുവർണ അവസരമാണിത്. നിങ്ങൾ എന്താ കാണിക്കണേ? നിങ്ങൾ ഇങ്ങനെ ഓരോ മാസം ഓരോരുത്തരോട് വിളിപ്പിച്ചിട്ട് ഈ വക റോളായിട്ട് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലോ മഹാ ചെറ്റേ, നിന്നെ പോലെ മഹാ തെണ്ടികളെയും മഹാ എംബോക്കികളെയും ഞാൻ കുറെ കണ്ടണ്ടാ. ഇനി മേലെ ഈ ഫോണിലേക്ക് വിളിച്ചിട്ടല്ല പെണ്ണുങ്ങളോട് കൊഞ്ചാവേണ്ടി തിന്നാണ്ടല്ലോ, വീരറിയിട്ടാ. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? ഇത് കംപ്ലീറ്റ് പൈസ അടച്ചുള്ള കേസാ. ഇനി മേലെ ഈ ഫോണിലേക്ക് വിളിച്ചിട്ട് വീരറി. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ നിങ്ങൾ ലീഗലായിട്ട് പൊക്കോളാം. അങ്ങനെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് വരട്ടൊന്നും വേണ്ട, അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. തവണ കുന്നോളത്ത് വിളിക്കുക, പിന്നെ എറണാകുളത്ത് വിളിക്കുക. ഒരു മേഡം എന്ന് പറഞ്ഞിട്ടൊരു കോപ്പ് വിളിച്ചിട്ടായിരുന്നു. ഇതേ എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും. പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. വിളിച്ചിട്ടേ, അതായത് പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ വക ഇടപാടായിട്ട് നിൽക്കണ്ട. ഞങ്ങള് സാറെ വിളിക്കും, വലിയ കോപ്പിനെ വർത്താനം പറയും. ചർച്ച വെച്ച് എനിക്ക് പുത്തരി നിലങ്ങളെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സാറ് സന്തുട്ട് സാറ് അവൻ ഇത്തിരി മൂപ്പ് കാണിക്കുന്നുണ്ട്, അതവന് നല്ലതിനല്ല. അത് ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും ആണുങ്ങൾ വിളിച്ച ഇന്ത്യയിൽ തന്നോളൂ. ഈ വക ഇടപാടായിട്ട് അതിനോട് തിരിയുന്നല്ലോ. ഇപ്പൊ ശ്യാമാണ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ഇനി പ്രഷർ കയറി ചിലപ്പോ എന്റെ വയലിരുന്ന് കേൾക്കും. ഓക്കെ എന്നാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ വളരെ മര്യാദക്ക്, അതല്ല കലിപ്പടിക്കാനാണെങ്കിൽ അങ്ങനെ. എന്നോട് ഇഷ്ടം ഉണ്ടായില്ല, വീണോന്നല്ല പറഞ്ഞേ. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ. അത് ഒരു തവണ 2 തവണ വിളിച്ചാ പിന്നെ I love you തന്നെയാ. പിന്നെ സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീണ പെണ്ണുങ്ങളുണ്ടാവും, അല്ലാതെ ആ ഗണത്തിൽ പെണ്ണ് തന്ന ആ ഗണത്തിലാണ്. എന്നാണുണ്ടോ നിങ്ങക്ക്? ഞാൻ കണ്ടോന്റെ ഫോമിലെങ്കിലും കണ്ടോനോട് അഴിഞ്ഞാലും കണ്ടോന്റെ കൂടെ പോയാ പിന്നെ കാണില്ല. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുന്നത്.